നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കപൂറാകൽ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തുകാരും ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്തുകാരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പത്രക്കാർ. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല. കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ നിർത്ത്. ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളൂ. എന്റെ അച്ഛനും ചത്തുപോയി, അത്രേ ഉള്ളൂ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നടൻ വിനായകൻ നടത്തിയ അപകീർത്തികരമായ പരാമർശത്തിൽ എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസ് എറണാകുളം മണ്ഡലം ഭാരവാഹി സോണിയാണ് പരാതി നൽകിയത്. മുൻ മുഖ്യമന്ത്രിയോടുള്ള അനാദരവ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വിനായകനെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. കോൺഗ്രസ് നേതൃത്വവും പരാതി നൽകിയിട്ടുണ്ട്. പരാമർശം ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടി ചത്തു, അതിന് ഞങ്ങൾ എന്തു വേണം? എൻ്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പോ പത്രക്കാരെ. നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ വിചാരിക്കില്ല. കരുണാകരന്റെ കാര്യം നോക്കിയാൽ അറിയില്ലേ ഇയാളൊക്കെ ആരാണെന്ന്? അപ്പോൾ നിർത്ത്. ഉമ്മൻചാണ്ടി പോയി, അത്രയുള്ളൂ. ഇങ്ങനെയായിരുന്നു വിനായകൻ വീഡിയോയിലൂടെ പ്രതികരിച്ചത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് വിനായകനെതിരെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത്. ഇത്തരം വീഡിയോ ചെയ്ത് പൊങ്കാല മേടിക്കാതെ ഉറങ്ങാൻ പറ്റില്ലെന്നും നിരവധി പേരാണ് വിനായകനോട് ചോദിക്കുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്ത വിനായകനെതിരെ നടപടി സ്വീകരിക്കണമെന്നും എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തിന്റെ മരണശേഷം ഇത്തരത്തിലൊരു ആക്ഷേപം നടത്തിയ വിനായകനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യവും ഉയരുന്നുണ്ട്. വിമർശനം ഉയർന്നതോടെ വിനായകൻ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. സിനിമാ ലോകവും വിനായകന്റെ പോസ്റ്റിൽ ഞെട്ടലിലാണ്. താരത്തിന്റെ ഫേസ്ബുക്കിലെ മറ്റു പോസ്റ്റുകൾക്ക് കീഴിലും വൻ പ്രതിഷേധമാണ് ആളുകളുടെ ഇടയിൽ നിന്നും ഉയരുന്നത്. വിനായകൻ പിന്നീട് ഈ വിഷയവുമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഡിലീറ്റ് ചെയ്യും മുമ്പേ തന്നെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ പങ്കുവച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടൻ പോസ്റ്റ് പിൻവലിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച നടൻ മാപ്പ് പറയണമെന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. TV വെച്ച് നോക്കിയാൽ ആർക്കും തന്നെ മനസ്സിലാകും ഉമ്മൻചാണ്ടി ആരായിരുന്നുവെന്ന്. കേരളം ഒന്നാകെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി നിലയുറപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ആക്ഷേപം. പലവിധമായ വിവാദങ്ങളും വിനായകനെതിരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ സെക്സ് ഭാര്യയുമായിട്ടാണോ? എന്നാൽ എന്റേത് അല്ല, ഞാൻ 10 സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് 10ഉം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, അല്ലാതെ സ്ത്രീകൾ ഇങ്ങോട്ട് സമീപിച്ചതല്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച പരസ്യമായി സെക്സ് ഡയലോഗ് പറയുന്ന നടൻ വിനായകനാണ്. ലൈംഗിക വിഷയങ്ങളിൽ പകൽ മാന്യന്മാരും കടുത്ത സദാചാരവാദികളുമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ശരിക്കും ഞെട്ടലായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ. മറ്റൊരു കേസ്, ഫോണിലൂടെ സ്ത്രീകളുടെ അസഭ്യം പറയുകയും കൂടെ കിടക്കാൻ ക്ഷണിക്കുകയും ചെയ്തതിന്റെ പേരിൽ വിനായകനെതിരെ കേസ് നേരത്തെ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ അയാൾ സോഷ്യൽ മീഡിയയിൽ വില്ലനാണ് മാറുകയാണ്. അതേസമയം സംഭവത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നടി നിരഞ്ജന അനൂപ് നടന്റെ പ്രസ്താവന അങ്ങേയറ്റം അപമാനകരവും നിരാശാജനകവുമാണെന്നും നിരഞ്ജന പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു നിരഞ്ജനയുടെ പ്രതികരണം. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കപൂറാകൽ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തുകാരും ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്തുകാരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?